പച്ചച്ചക്കയുടെ ഔഷധ ഗുണങ്ങൾ, പുതിയ ഗവേഷണ കണ്ടെത്തലുകളും സാധ്യതകളും എന്ന വിഷയത്തിൽ സംസ്ഥാനതല സെമിനാർ സംഘടിപ്പിച്ചു. ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാറിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിച്ചു. മുഖ്യപ്രഭാഷണം മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരനും നിർവഹിച്ചു. CISSA ജനറൽ സെക്രട്ടറി ഡോക്ടർ C. സുരേഷ് കുമാർ ആമുഖ പ്രഭാഷണത്തിൽ ഗവേഷണത്തിന്റെ കണ്ടെത്തലുകളെയും സാധ്യതകളെയും പറ്റി വിശദീകരിച്ചു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടത്തിയ ഈ പഠനത്തിന്റെ സംക്ഷിപ്തമായിട്ടുള്ള വിവരം ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രിയുടെയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട രാജേഷിന്റെയും മറ്റു വിശിഷ്ടാതിഥികളുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ പറയുകയാണ്. നമുക്കറിയാം, മെഡിക്കൽ ന്യൂട്രീഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മോഡേൺ മെഡിസിൻ ഉൾപ്പെടെയുള്ള വൈദ്യശാസ്ത്ര ശാഖകൾ അംഗീകരിച്ചിട്ടുള്ള ഒരു ചികിത്സാ മാർഗമാണ്. ഇത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന രോഗങ്ങളിൽ കൂടുതലും നമുക്ക് ഭേദപ്പെടുത്താൻ സാധിക്കാത്ത, കൺട്രോളബിൾ മാത്രമായിട്ടുള്ള, നിയന്ത്രിക്കാൻ മാത്രം പറ്റുന്ന ജീവിതശൈലി രോഗങ്ങളാണ്. ഈ ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയ്ക്ക് മരുന്നുകൾ മാത്രം പോരാ. അതിനകത്ത് 3 ഘടകങ്ങളാണ് വേണ്ടത്. ഒന്ന്, ഈ പറയുന്ന ഭക്ഷണ ക്രമീകരണം. അതിനെയാണ് മെഡിക്കൽ ന്യൂട്രീഷണൽ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ മോഡേൺ മെഡിസിൻ തന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത് കൃത്യമായിട്ടുള്ള എക്സസൈസ് അഥവാ വ്യായാമം. മൂന്നാമത്തേത് മാത്രമാണ് മരുന്നുകൾ. അല്ലാതെ മരുന്നുകൾ കൊണ്ട് മാത്രം നമുക്ക് ഈ ചുറ്റുപാടും കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങൾ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. പലപ്പോഴും ഡയബറ്റീസ് ആണെങ്കിലും കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങളാണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കാത്തതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ പറയുന്ന ആഹാര ക്രമീകരണത്തിനും അതോടൊപ്പം തന്നെ വ്യായാമത്തിനും ആവശ്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാത്തതാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും കേരളം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനമായിട്ട് അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. ഇവിടെ 5 പേരിൽ ഒരാൾക്ക് ഡയബറ്റീസും 3 പേരിൽ ഒരാൾക്ക് ഹൈപ്പർ ടെൻഷനും ഉള്ള ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ കേരളം. അപ്പൊ ഈ കേരളത്തിൽ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ചക്ക, അത് നമ്മുടെ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന പ്രമേഹ രോഗികളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനം ചെയ്യുന്നുണ്ടോ മെഡിക്കൽ ന്യൂട്രീഷൻ ട്രീറ്റ്മെന്റിന്റെ ഒരു ആസ്പെക്റ്റിൽ എന്നുള്ളത് നിർഭാഗ്യവശാൽ ഇതുവരെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തിയിട്ടില്ല എന്നുള്ളത് പല ഡോക്ടർമാർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള പല ഡോക്ടർമാർക്കും മനസ്സിലാക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ശാസ്ത്രീയ പഠനങ്ങളും നടന്നിട്ടുള്ളത് മറ്റ് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള സിലോണിലും ജാഫ്നയിലും മറ്റുമാണ്. അതുകൊണ്ടാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പ്രമേഹ രോഗികളിൽ പ്രത്യേകിച്ചും ഈ ചക്കയുടെ ഉൽപ്പന്നങ്ങൾ വിഭവങ്ങളായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളൊരു പഠനം നടത്തിയത്. 100 പേരിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പഠനമായിരുന്നു ഇത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ OP വിഭാഗത്തിൽ വന്ന ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസിലാണ് ഞങ്ങൾ ഈ പഠനം നടത്തിയത്. 2 ഗ്രൂപ്പായിട്ട് തരംതിരിച്ച്, അതായത് 100 പേരെ നമ്മൾ നോട്ട് മെത്തേഡിലൂടെ എടുത്ത് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പഠനമായിരുന്നു നടത്തിയത്. 50 പേർക്ക് പ്രാതലിന് ചക്ക വിഭവങ്ങളും ബാക്കി 50 പേർക്ക് സാധാരണ പ്രാതൽ വിഭവങ്ങൾ നൽകിക്കൊണ്ട് ഏകദേശം 3 മാസത്തോളമാണ് ഈ പഠനം നടത്തിയത്. ഈ പഠനത്തിന്റെ അവസാന ഘട്ടത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അതായത് ബ്ലഡ് ഷുഗറിനകത്ത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണെങ്കിൽ അത് 176-ൽ നിന്ന് 117 കുറഞ്ഞതായിട്ട് കാണുവാൻ സാധിച്ചു അറ്റ് ദി എൻഡ് ഓഫ് 3 months. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിന് ശേഷമുള്ള ബ്ലഡ് ഷുഗറിന്റെ വാല്യൂ 235-ൽ നിന്ന് 156 ആയിട്ട് കുറഞ്ഞതായിട്ട് കാണാൻ സാധിച്ചു. പ്രമേഹ രോഗികളുടെ 3 മാസത്തെ ഷുഗറിന്റെ ആവറേജ് ആണല്ലോ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ്. അത് 8.81-ൽ നിന്നും 7.2 ആയിട്ട് കുറയുന്നതായിട്ടും കാണാൻ സാധിച്ചു. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പറയുന്ന ചക്ക ഉൽപ്പന്നങ്ങൾ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയ ആൾക്കാർക്ക് ഷുഗറിന്റെ അളവിൽ മാത്രമല്ല ടോട്ടൽ കൊളസ്ട്രോളിന്റെയും ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന LDLന്റെയും ട്രൈഗ്ലിസറൈഡിന്റെയും ഒക്കെ തന്നെ വാല്യൂവിൽ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഗണ്യമായിട്ടുള്ള കുറവുള്ളതായിട്ട് കാണുവാൻ സാധിച്ചു. അതായിരുന്നു ഞങ്ങളുടെ പഠനത്തിന്റെ ഒരു സംക്ഷിപ്തം എന്ന് പറയുന്നത്. ഈ 100 പേരിൽ 10 പേർ മാത്രം ഇടയ്ക്ക് വെച്ച് വിട്ടുപോയി. ബാക്കി 90 പേരും ഈ പറയുന്ന പഠനത്തിൽ പൂർണ്ണമായിട്ടും സഹകരിക്കുകയും 3 മാസത്തിന് ശേഷം ഈ പറയുന്ന ഒരു ഫലം കാണുവാൻ സാധിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു മരണകാരണമായിട്ടുള്ള രോഗമാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഹാർട്ട് അറ്റാക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 റിസ്ക് ഫാക്ടേഴ്സ് ആണ്. 1 ഡയബറ്റീസ്, 2 ഹൈപ്പർ ടെൻഷൻ, 3 കൊളസ്ട്രോൾ. ഈ 3 ഘടകങ്ങളെയും ഈ 3 റിസ്ക് ഫാക്ടേഴ്സിനെയും ഈ ചക്ക ഉൽപ്പന്നങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഉൾപ്പെടുത്തുമ്പോൾ കൃത്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ള ഒരു റിസൾട്ടാണ്
ഞങ്ങൾക്ക് ഈ പഠനത്തിലൂടെ കാണുവാൻ സാധിച്ചത്. ഇതൊരു പൈലറ്റ് സ്റ്റഡി മാത്രമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം 100 പേരിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു പഠനം നടത്തിയത്. പക്ഷേ മറ്റു പല പഠനങ്ങളും ഇപ്പോൾ ജാഫ്നയിലും സിലോണിലും ഒക്കെ നടത്തിയ പഠനങ്ങൾ 30 പേരിലും 40 പേരിലുമാണ്. അതുകൊണ്ട് തീരെ കുറവല്ല ഈ സാമ്പിൾ സൈസ് എങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു പഠനം നമുക്ക് കേരളത്തിന് മുമ്പിൽ അവതരിപ്പിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമുണ്ടായി. അത് അന്താരാഷ്ട്ര മെഡിക്കൽ ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ചു വരികയും ഉണ്ടായി. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികളുള്ള ഈ ഒരു സദസ്സിൽ എനിക്ക് പറയാനുള്ളത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഏത് കാര്യവും നമ്മൾ കേരളീയരോട് പറയുമ്പോൾ അവർക്ക് അതിന്റെ പിറകിൽ ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ അവർ അതിനെ അംഗീകരിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ 100 പേരിൽ നടത്തിയ ഈ ഒരു പഠനം എന്ന് പറയുന്നത് ഒരു പൈലറ്റ് സ്റ്റഡി ആയിട്ട് എടുത്ത് കൂടുതൽ വിപുലമായിട്ടുള്ള ഒരു പഠനം, ഒരു 1000 പേരിൽ നടത്താവുന്ന രീതിയിലുള്ള ഒരു വർഷക്കാലം അല്ലെങ്കിൽ 2 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പഠനം നടത്തി ഈ പറഞ്ഞ കണ്ടെത്തലുകൾ തെളിയിക്കുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഭാവി ആരോഗ്യ കേരളത്തിന് അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ഒരു അഭിപ്രായം. രണ്ടാമത്തേത്, ചക്ക നമ്മുടെ സംസ്ഥാന ഫലമായിട്ട് പ്രഖ്യാപിച്ചു എങ്കിൽ പോലും ഇതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സാർവത്രികമായിട്ടുള്ള ഒരു സ്വീകാര്യത നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ചക്കയെ വികാരമായിട്ട് കൊണ്ട് നടക്കുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം എനിക്കറിയാം. പക്ഷെ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ, കോളേജുകളിൽ, അതോടൊപ്പം തന്നെ റെസിഡൻസ് അസോസിയേഷനുകളിൽ, ഇവിടെ എല്ലാം തന്നെ IMA പോലെയുള്ള ഓർഗനൈസേഷൻസിന്റെ ഇടയിലെല്ലാം തന്നെ ഈ ചക്കയ്ക്ക് വലിയൊരു അംഗീകാരം കിട്ടണമെങ്കിൽ അതിനകത്ത് സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു ഇടപെടൽ കൂടി ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഒരു രീതിയിൽ ഒരു സഹായം കൂടി ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ഉൾപ്പെടെയുള്ള ഈ ഒരു വേദിയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നത്, അങ്ങനെയുള്ള ഒരു സഹായം കൂടി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചക്ക കൂടുതൽ സ്വീകാര്യപ്രദമാകുന്ന ഒരു ഫലമാകും. മെഡിക്കൽ ന്യൂട്രീഷൻ ട്രീറ്റ്മെന്റ് എന്നുള്ള അംഗീകരിക്കപ്പെട്ട ആ ഒരു ചികിത്സാ സമ്പ്രദായത്തിൽ ഇപ്പൊ ഓട്സ് കഴിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റു പല ഷുഗർ രോഗികൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, എന്തെങ്കിലും നല്ല പ്രോട്ടീൻ ഭക്ഷണമുണ്ടോ അല്ലെങ്കിൽ വൈറ്റമിൻസ് എന്തെങ്കിലും കഴിക്കണമെന്നോ ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ചക്കയുടെ ഉൽപ്പന്നങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വിപുലമായിട്ടുള്ള ഒരു ശാസ്ത്രീയ പഠനത്തിനുള്ള ഒരു പശ്ചാത്തലം അത് കേരളത്തിൽ അല്ലെങ്കിൽ അത് എവിടെയാണ് അത് ഉണ്ടാകേണ്ടത്? അത് കേരളത്തിൽ തന്നെയാണ് അത് ഉണ്ടാകേണ്ടത്. കാരണം കേരളത്തിലാണ് ഇതിനെ സംസ്ഥാന ഫലമായിട്ട് പ്രഖ്യാപിച്ചത്. അതിനുള്ള ഒരു സഹായം ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി ഉൾപ്പെടെയുള്ള ഈ സദസ്സിൽ വെച്ച് ഞാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. അതാണ് ഇന്നത്തെ ഈ സെമിനാർ കൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.